ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോണത് ഒരു ഷോൾ റണ്ണിങ് മെറ്റീരിയൽ എടുത്തിട്ട് എങ്ങനെയാണ് ഷോൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാമെന്ന് കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം ഞാനിത് 2.25 മീറ്റർ ഞാൻ റണ്ണിങ് മെറ്റീരിയൽ മുറിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി നല്ല വീതിയുള്ള തുണിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു വീതി കുറച്ചിട്ട് ഞാൻ സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മെറ്റീരിയൽ. അപ്പോൾ നമുക്ക് ഷോൾ എത്ര വീതി വേണ്ടെന്നുള്ള അതിനനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് ഞാനിതാ ഇതിൽ സ്കാലപ്പ് ചെയ്യാനാണ് കേട്ടോ പോണത്. ഞാൻ സ്കാലപ്പ് ചെയ്യുന്നതിൻ്റെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ അതൊന്ന് കാണാം കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുർത്താസൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഇപ്പോൾ ഷോളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് മാച്ചായിട്ടൊന്നും കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ റണ്ണിങ് മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് മാച്ചായി കിട്ടിയാൽ നമുക്ക് ഷോളാക്കിയിട്ട് ഇടാം കേട്ടോ, ഡിസൈൻ ചെയ്തിട്ട്. അപ്പോൾ ഞാനത് അതുപോലെ കർവ് ഷേപ്പ് വരച്ചെടുത്തു. എന്നിട്ട് നമ്മൾ സ്കാലപ്പ് ചെയ്യുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് കണ്ടാൽ മനസ്സിലാവും ഇതെങ്ങനെയാണ് ഈ മെഷീനിൻ്റെ ഫങ്ഷൻസ് ഏതിലാണ് ഇട്ടിക്കണമെന്നൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു കർവ് വരച്ചതിന് ശേഷം ഈ മെഷീനിൽ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. 6 ആഗ് 1-ലിട്ടിട്ടാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കണത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണാത്തവർ കാണുക കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്യണത് മനസ്സിലാവും. ഞാൻ ഗോൾഡൻ കളർ ത്രെഡ് ഇട്ടിട്ടാണ് കേട്ടോ ഇതിൽ സ്കാലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഗോൾഡനാണ് ഈ ഓഫ് വൈറ്റിൽ വരുന്ന ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഫുള്ളായിട്ട് ഒരു വശം മാത്രമാണ് ഞാൻ ചെയ്യണുള്ളൂ കേട്ടോ. ഒരു വശം ഫ്രണ്ടിൽ നമ്മൾ ഇടുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ബാക്കി എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മറ്റേ അയൺ ഷോൾഡർ വെച്ചിട്ടല്ല കേട്ടോ ചെയ്തത് ഈ ഷോളിന്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫോട്ടോ, ഇതിൻ്റെ ടോപ്പിൻ്റെ ഒക്കെ ഫോട്ടോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ടോപ്പും എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഞാൻ ഷോളിൻ്റെ മാത്രമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സ്കാലപ്പ് ചെയ്തതൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് മറ്റേ ബാക്കിയുള്ള 3 വശം ഉണ്ടല്ലോ ആ ഒരു 3 വശം ഞാൻ ലോക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ലോക്കിങ് മെഷീൻ കയ്യിലുണ്ടെങ്കിൽ ലോക്ക് ചെയ്തെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ മെഷീനിൽ വെച്ചിട്ട് നല്ല വീതി കുറച്ച് നൈസായിട്ട് തന്നെ ആ ഒരു കരങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഷോളിൻ്റെ 3 വശവും ലോക്ക് ചെയ്തെടുത്തു. മറ്റേ ഭാഗം പിന്നെ സ്കാലപ്പും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. സ്റ്റിച്ചിങ് ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ സ്കാലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇനി ഇതൊന്ന് വലിച്ചു പിടിച്ച് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇനി കുറച്ച് പണിയും കൂടെ ഉണ്ട് കേട്ടോ ഇതിൽ. ഇത് സിമ്പിളായിട്ടുള്ള ഒരു ഷോൾ ഡിസൈനാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ അത്യാവശ്യം ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഈ ഒരു മെറ്റീരിയലിൽ. പിന്നെ ഞാൻ ഈ ഷോളിൽ വെക്കാനായിട്ട് ഇതിന് 4 വശത്തായിട്ട് വെക്കാനായിട്ട് ഞാൻ ഹാങ്ങിങ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഗോൾഡനും പിന്നെ ഓഫ് വൈറ്റ് ത്രെഡും വരുന്ന ഒരു ഹാങ്ങിങ്സാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത് സെറ്റായിട്ട് 6 വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് 4 ഇപ്പോൾ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ 4 ഇതിന് വെക്കുന്നുണ്ട്. പിന്നെ അത് ആ ഒരു ത്രെഡ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം വെച്ച് കൊടുത്തിട്ട് നമ്മൾ സൂചി നൂലും കോർത്തിട്ട് ഇതുപോലെ ആ ഒരു ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ തുന്നി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് 4 വശവും ഇതുപോലെ തന്നെയാണ് ഞാൻ തുന്നിയെടുക്കാൻ പോണത്. അപ്പോൾ ഇതാ ഞാനിതിൻ്റെ 4 വശത്തും നമ്മുടെ ത്രെഡ് ഹാങ്ങിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ സ്കാലപ്പ് ചെയ്ത ലുക്ക് ചെയ്താട്ടോ ഞാൻ അയൺ ചെയ്തെടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈ ഒരു ഷോള് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കിപ്പോൾ എന്തെങ്കിലും ബീഡ്സൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ഷോളിൻ്റെ സെൻറ്ററിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ ഇത്ര മതി, സിമ്പിളായിട്ട് മതി എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതാ ഇത്രേ പണിയുള്ളൂ കേട്ടോ. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്കാലപ്പ് ചെയ്യാനായിട്ട് ഈ മെഷീൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എംബ്രോയ്ഡറി ത്രെഡില്ലേ അതെടുത്തിട്ട് നമുക്ക് അതുപോലെ ആ ഒരു കർവ് വരച്ചതിന് ശേഷം ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു ഭാഗങ്ങളൊക്കെ സ്കാലപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ മെഷീൻ തന്നെ ആവശ്യമുണ്ട് എന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്